ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നും നാളത്തെയും കൂടെ കൂട്ടി ഞാൻ ഒരു വ്ളോഗ് പോലെ ചെയ്യാൻ പോകണം. നാളെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. അതുപോലെ നാളത്തെ കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് ലോങ് ആവില്ല, പിന്നെ മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് തൂക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സൊക്കെ മടക്കണം, അതുപോലെ തുടയ്ക്കണം, ഇതൊക്കെയാണ് അടുത്ത ജോലികൾ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നും നാളെയും അതൊരു ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ അതുപോലെ ഈ വീഡിയോ ഞാൻ എന്ന് ഇടും എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത ശേഷമായിരിക്കും ചിലപ്പോൾ മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കട്ടല്ലോ. ഒരു ലോങ് വീഡിയോ കൂടെ ഉണ്ട്, പിന്നെ ഷോർട്സൊക്കെ 1-2 ഷോർട്സ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും ഇട്ടിട്ട് എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കുക. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഇനിയിപ്പം കുറച്ച് ക്ലീനിങ് പരിപാടികളേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതെല്ലാം ചെയ്ത ശേഷം എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ്ങിലേക്ക് പോകാം കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ, കൂടുതലും നാളത്തേക്ക് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ തൂക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിലെ ജോലികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഈ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം വേണം ഇനി അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ടാണ് കേട്ടോ ക്ലീനിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ റൂമെല്ലാം മശ കിട്ടിയൊക്കെയാണ് കേട്ടോ. തുണിയൊക്കെ വിരിച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഡ്രസ്സൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴുകിയതാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് മടക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചെല്ലാം പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം പെട്ടെന്ന് തന്നെ മടക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തീർന്നിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഈ ജോലികളെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അടുത്തിട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അലമാരിയിലാണ് കേട്ടോ വയ്ക്കാറ്. പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കട്ടിൽ തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. കാര്യം കട്ടിൽ ഒരു സ്റ്റോറേജ് പോലെ നമുക്കൊരു ഇതുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ വയ്ക്കുക. വേഗം മടക്കി വെച്ച ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ തുടച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട്. ജനലും കഥയൊക്കെ തോന്നുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറില്ല, ഞാൻ ഈ ഇടയ്ക്കൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് തുടയ്ക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റൂം തുടച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിയുടെ റൂം തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാളിലേക്ക് വന്നിട്ട് അവിടെ കൂടെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ അഴുക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഡെയിലി തൂക്കുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഞാൻ കഴുകിയൊന്നും ഇറക്കുന്നില്ല. കഴുകി ഇറക്കി കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കണ്ടോ. ഈ വെയിൽ അത്യാവശ്യം നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുക്കളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. കാര്യം ഞാൻ അടുക്കള കഴുകി ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം അടുക്കളയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കൂടുതലും അഴുക്കും ഒക്കെ നമ്മൾ അടുക്കളയിലായിരിക്കും. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ ഇച്ചിരി വെട്ടം കാണുന്നുണ്ട്. അപ്പോൾ എന്നാലും മഴക്കോളൊക്കെ ഒരു സൈഡിൽ നിന്നേ വരുന്നത്, ഇത് പെയ്യും എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് കഴുകി ഇറക്കുന്നുണ്ട്. കഴുകി ഇറക്കിയ ശേഷം ഉണങ്ങാൻ വേണ്ടി പാടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് മോപ്പിട്ടൊന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അടുക്കള മാത്രം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി എന്ത് അടിപൊളി, നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയെല്ലാം കഴുകിയ ശേഷം വൃത്തിയാക്കിയ ശേഷം നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ റൂമുകളും ഞാൻ തുടച്ചിട്ട് എല്ലാ റൂമുകളും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബെഡിൽ ഷീറ്റ് വിരിക്കാൻ വേണ്ടി ഞാൻ വൈറ്റാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കയ്യിൽ ബെഡ്ഷീറ്റിനെ വെച്ചിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അടിപൊളി ക്വാളിറ്റിയാണ്. ഞാനും ഇത് കുറേ അധികം വീഡിയോസിൽ റിവ്യൂസ് കണ്ടിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് 300 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന്. ഞാൻ അന്ന് മേടിക്കുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി വെച്ചാൽ അടിപൊളി ക്വാളിറ്റിയാണ്. അതുപോലെ അടിപൊളി മെറ്റീരിയലും ആണ് കേട്ടോ. നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് വാങ്ങി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ കിങ് സൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പല സൈസും അവൈലബിൾ ആണ് കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് ബീഫ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചു, കണ്ണാടിയിൽ നോക്കി കുറച്ച് പട്ടിഷൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും അതുപോലെ ഞാൻ ഉമ്മച്ചി ജോലി സ്ഥലത്ത് നിന്ന് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് പമ്പിൽ കയറി നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ 1-2 നമുക്ക് കടകളിൽ കയറണമായിരുന്നു. അപ്പോൾ ആയിഷുവിനും ആഷ്മിനും കൂടെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. പെരുന്നാൾ കോടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആഷ്മിന് എൻ്റെ വകയും ഉമ്മച്ചി ആയിഷുവിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1-2 കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആയിഷുവിന് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് എന്തായാലും വീഡിയോ ഇട്ടേക്കാമേ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് വരെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കാം കേട്ടോ വീഡിയോ.
അങ്ങനെ നമ്മൾ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി കളക്ഷനായിരുന്നു. നമ്മൾ ഇതിൽ ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്ത ശേഷം താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് റോംബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നേരെ നമ്മൾ പോകാൻ പോകുന്നത് ആഷ്മിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി താഴെ വന്നപ്പോൾ കണ്ടോ ഈ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ അധികം ടോയ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലുള്ള ടോയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആഷ്മിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അവന് ഷർട്ടും മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 1-2 കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം കടയിൽ കയറിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ഡ്രസ്സൊന്നും. എന്നാലും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ബ്ലൂ കളർ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് പുതുതായിട്ടൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ കയറാമെന്ന്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ജ്യൂസ് മേടിച്ച് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച ശേഷം നമ്മൾ ഇനിയിപ്പോൾ ആ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഷോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ തന്നെ ആ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. പുറംവശമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റി ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അത്യാവശ്യം ആ ക്വാളിറ്റി തന്നെ കുറച്ചധികം റേറ്റും കൂടെ കൂടുതലായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റേറ്റിനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ എല്ലാ ഡ്രസ്സുകളും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടുന്ന് നമുക്ക് ഡ്രസ്സൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മൾ തിരിച്ച് അഞ്ചൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ചൽ നമ്മൾ ഈ ഷോപ്പിൽ കയറിയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. വിലയും അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും റേറ്റ് കൂടുതലും കുറവും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. വിലയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഡ്രസ്സ് എടുത്തതിൻ്റെ കഥയുണ്ട് ഗൈസ്. നമ്മൾ ഈ ഡ്രസ്സ് എടുത്ത് വീട്ടിൽ കൊണ്ടു കൊടുത്ത് അവന് ചോദിച്ചപ്പോഴേക്കും അവനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അളവ് കൊണ്ട് എന്തോ കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനാണെങ്കിൽ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ചിക്കനൊക്കെ മേടിച്ചു. നാളത്തേക്കാണ് കേട്ടോ ചിക്കനൊക്കെ മേടിച്ചത്. നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അരിയും ബിരിയാണിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയും നെയ്യ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ സ്നാക്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെജിറ്റബിൾസ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പച്ചക്കറികളൊക്കെ വേണമല്ലോ. അങ്ങനെ പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു ശേഷം ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എന്താ പറയുക തൂക്കൽ മിറ്റമൊക്കെ അടിക്കലൊക്കെയാണ്. അപ്പോഴാണ് വൈകിട്ട് നമ്മൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിക്കാനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു പള്ളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു നോക്കി ചപ്പാത്തി മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ മേടിച്ചു. തലേദിവസം നമ്മൾ രാത്രിയിൽ നല്ല അടിപൊളി ചപ്പാത്തിയും ബീഫ് കറിയും കൂടെ കൂട്ടി കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പെരുന്നാൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയുള്ള പഴയ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നമുക്ക് കാണാവേ. ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇതിന് ഒറട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. ഒറട്ടിയും തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു.
വീട്ടിൽ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബിരിയാണി ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്തല്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയും റൈസും ഒക്കെ സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പപ്പടമൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദമ്മൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് പുറത്ത് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അച്ചാർ വേണമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അച്ചാർ മേടിക്കാൻ മറന്നു പോയിട്ട് നമ്മൾ ഇട്ടതും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ പെരുന്നാളിന് പങ്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഐഷുവും കൂടെ അങ്ങനെ ഇതാണ് നമ്മൾ ഐശ്വര്യം മേടിച്ച ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മളെ പെരുന്നാൾ വ്ലോഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഈ വ്ലോഗ് ഞാൻ എന്തായാലും ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്ത വീഡിയോസൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.